നമസ്കാരം. എല്ലാവർക്കും ദൈവാങ്കണത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടതിലും അഭിപ്രായങ്ങൾ പറഞ്ഞതിലും ഒരുപാട് സന്തോഷം. തുടർന്നും ഞങ്ങൾക്ക് അതിന് വേണ്ടുന്നൊരു സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹവും നിങ്ങൾ തരണം. ഒരുപാട് അമ്മമാർ ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ അമ്മമാർക്കെല്ലാം നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം സ്നേഹം പറഞ്ഞുകൊണ്ട്, എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. എല്ലാവരും ഞങ്ങളുടെ പ്രോഗ്രാം കാണുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എല്ലാവർക്കും സ്നേഹം. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എപ്പോഴൊക്കെ ധർമ്മത്തിനുമേൽ അധർമ്മം വാഴുന്നുവോ, വെളിച്ചത്തിനു പകരം അന്ധകാരം പരക്കുമ്പോഴും നീതിക്കുമേൽ അനീതി വാഴുമ്പോഴും വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതാരമെടുക്കുന്നു. ധർമ്മം പുനഃസ്ഥാപിക്കുവാനും മനുഷ്യരെ നേർവഴിയിൽ നടത്തുവാനും വേണ്ടിയാണ് ഭഗവാൻ ഓരോ അവതാരം എടുത്തിരിക്കുന്നത്. വിഷ്ണു ഭഗവാൻ വളരെയേറെ അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട അവതാരങ്ങളെപ്പറ്റി ശ്രീമദ് ഭാഗവതത്തിൽ ഖണ്ഡം 1 പരാമർശിച്ചിട്ടുള്ളത് ഭഗവാന്റെ 23 അവതാരങ്ങൾ അവതരിച്ചു കഴിഞ്ഞു. എന്നാൽ ഭഗവാന്റെ അവസാന അവതാരം കലിയുഗത്തിലെ അവസാനം പ്രത്യക്ഷപ്പെടും. ഇനി ഭഗവാന്റെ 24 അവതാരങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. ആദിപുരുഷൻ. ഭഗവാൻ വിഷ്ണുവിൻ്റെ ആദ്യ അവതാരമാണ് ആദിപുരുഷൻ അഥവാ നാരായണ. ആദിപുരുഷൻ്റെ മുകളിൽ വഹിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം കൂടിയാണിത്. സൃഷ്ടിയുടെ ഉത്ഭവമാണ് ഈ അവതാരം. 4 കുമാരന്മാർ. ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ 4 ബോധമുള്ള കുട്ടികളായിരുന്നു സനകൻ, സനാതനൻ, സനാനന്ദൻ, സനൽകുമാരൻ. ഇവർ കൊച്ചുകുട്ടികളായാണ് അവതരിച്ചത്. ജീവജാലങ്ങളെ സൃഷ്ടിക്കാനുള്ള ബ്രഹ്മാവിൻ്റെ ഉദ്യമത്തെ സഹായിക്കുകയായിരുന്നു ഇവരുടെ അവതാര ലക്ഷ്യം. നാരദൻ. നാരദമുനിയുടെ വേഷധാരിയായ ഇദ്ദേഹത്തിന് ത്രിലോകങ്ങളിൽ സഞ്ചരിക്കുവാൻ കഴിയും. നാരദൻ എന്നാൽ നരനെക്കുറിച്ചുള്ള ജ്ഞാനം നൽകുന്നവൻ എന്നാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ നരൻ്റെ ജനനം ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നാണ്. നരനാരായണന്മാർ. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള 2 ഋഷിമാരാണ് നരനാരായണന്മാർ. സനാതനധർമ്മ മൂർത്തിയായ ആണ് ഇവർ ശരിക്കും അവതരിച്ചത്. കൃഷ്ണനും അർജുനനും ഇവരുടെ പുനർജന്മമാണ് എന്നാണ് മറ്റൊരു വിശ്വാസം. കപിലൻ. സംഖ്യാദർശന സൂത്രങ്ങളുടെ രചയിതാവാണ് കപില മഹർഷി. ഇദ്ദേഹത്തിനെ കുറിച്ച് മഹാഭാരതത്തിലും പരാമർശമുണ്ട്. ദത്തത്രേയൻ. അത്രി മഹർഷിക്ക് അനസൂയയിൽ ജനിച്ച പുത്രനാണ് ദത്തത്രേയൻ. ത്രിലോകങ്ങളുടെ സംഗമ അവതാരമാണെന്ന് വിശ്വസിച്ചു പോരുന്നു. ഭഗവാന്റെ ഈ അവതാരത്തിന് 3 ശിരസ്സുകളും 6 കൈകളുമുണ്ട്. ആ 3 ശിരസ്സുകൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരനാണ്. ജ്ഞാനേശ്വരൻ എന്നറിയപ്പെടുന്ന ഈ വിഷ്ണു അവതാരം യാഗങ്ങളുടെ പ്രതിപുരുഷനായി അറിയപ്പെടുന്നു. ഋഷഭൻ. ജൈനിസം ഈ അവതാരത്തിൽ നിന്നുമാണ് പിറവിയെടുക്കുന്നത്. ഭഗവാന്റെ ഈ അവതാരം കൃതയുഗത്തിൽ ആണ് അവതരിച്ചത്. മനുഷ്യരുടെ മോക്ഷപ്രാപ്തിക്കായുള്ള വഴികാട്ടിയായിരുന്നു ഋഷഭൻ. പൃഥു. ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി പിറവിയെടുത്ത അവതാരമാണ് പൃഥു. ഭൂമിയിലെ ആദ്യത്തെ ദൈവികമായ ശക്തികളുള്ള രാജാവ് കൂടിയായിരുന്നു ഈ അവതാരം. ധന്വന്തരി. ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവനാണ്. ആയുർവേദത്തിന് ദൈവം കൂടിയാണ് ധന്വന്തരി. മോഹിനി. പാലാഴി മഥനത്തിനു ശേഷം അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്നും അത് തിരികെ കൈക്കലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ അവതാരം കൈക്കൊണ്ടത്. ഹയഗ്രീവൻ. കുതിരയുടെ ശിരസ്സും മനുഷ്യൻ്റെ രൂപവുമുള്ള അവതാരമായിരുന്നു ഹയഗ്രീവൻ. മധു കൈതഭ എന്ന അസുരന്മാർ വേദങ്ങൾ തട്ടിയെടുത്തപ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടി എടുത്ത അവതാരമാണ് ഹയഗ്രീവൻ. വ്യാസൻ. വ്യാസൻ എന്നാൽ വസിക്കുന്നവൻ എന്നർത്ഥം. മഹാഭാരതത്തിൻ്റെ രചയിതാവായി കണക്കാക്കപ്പെടുന്ന ഋഷിയാണ് വ്യാസ മഹർഷി. വേദത്തെ 4 പകുത്ത്, അതിനാൽ വേദവ്യാസൻ എന്ന നാമവും പങ്കുചേർന്നു. മത്സ്യാവതാരം. ഹയഗ്രീവൻ എന്ന അസുരനെ വധിക്കാൻ വേണ്ടിയാണ് മഹാവിഷ്ണു മത്സ്യാവതാരം കൈക്കൊണ്ടത്. അത് മഹാപ്രളയത്തെപ്പറ്റി മനുവിനെ അറിയിക്കുകയും ഈ അവതാര ലക്ഷ്യമായിരുന്നു. കൂർമാവതാരം. പകുതി മനുഷ്യനും പകുതി ആമയുമായ ഭഗവാന്റെ അവതാരമാണിത്. പാലാഴി മന്ദരപർവ്വം സമുദ്രത്തിലേക്ക് ആണ്ടു. ഈ സമയം വിഷ്ണു ഭഗവാൻ ആമയായി അവതാരമെടുത്ത പർവ്വതത്തെ മേൽപോട്ടുയർത്തി. വരാഹം. ഭൂമിദേവിയെ ഹിരണ്യകശിപിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ അവതാരമെടുത്തത്. നരസിംഹാവതാരം അസുര ചക്രവർത്തിയായ ഹിരണ്യകശിപിനെ വധിക്കാനും ധർമ്മവും നീതിയും നടപ്പിലാക്കാൻ വേണ്ടിയാണ് നരസിംഹമൂർത്തി അവതരിച്ചത്. വാമനൻ. മനുഷ്യ അവതാരമാണ് വാമനൻ. ഉയരം കുറഞ്ഞ മനുഷ്യരൂപമായാണ് വാമനനുള്ളത്. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ അവതാരമാണിത്.
പരശുരാമൻ ജമദഗ്നി മഹർഷിയുടെ പുത്രനായ പരശുരാമൻ അഥവാ ഭാർഗവരാമൻ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. പരശുരാമനാണ് കടലെടുത്ത കേരളക്കരയെ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നാണ് ഐതിഹ്യം. ശ്രീരാമൻ ദശരഥപുത്രനാണ് ശ്രീരാമൻ. രാവണ നിഗ്രഹം ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യം കൂടിയായിരുന്നു. ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു ബലരാമൻ. ദുര്യോധനൻ്റെയും ഭീമൻ്റെയും ഗുരു കൂടിയായിരുന്നു. അനന്തൻ്റെ അവതാരമായി ചിലർ കരുതുന്നു. കൃഷ്ണൻ വാസുദേവൻ്റെയും ദേവകിയുടെയും മകനായി പിറവിയെടുത്ത വിഷ്ണു അവതാരമാണ് ശ്രീകൃഷ്ണൻ. കംസവധം ഭഗവാന്റെ അവതാര ലക്ഷ്യം കൂടിയായിരുന്നു. ബുദ്ധൻ ലുംബിനിയിലാണ് സിദ്ധാർത്ഥ ഗൗതമൻ ജനിച്ചത്. ബുദ്ധിസം ഈ അവതാരത്തിൽ നിന്നുമാണ് പിറവിയെടുത്തത്. കൽക്കി ഇനി പിറവിയെടുക്കാനുള്ള ഭഗവാന്റെ ഏക അവതാരം കൽക്കിയാണ്. വെളുത്ത കുതിരമേൽ തിളങ്ങുന്ന ഭാഗമായി വരുന്ന രൂപത്തിലാണ് ഈ അവതാരത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത്. കലിയുഗത്തിൽ കലിയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ഈ അവതാരം പിറവിയെടുക്കുന്നത്. ഗരുഡനും വെങ്കടേശ്വരനും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ. എന്നാൽ ഭാഗവതത്തിൽ അതേപ്പറ്റി പരാമർശമില്ല. നമസ്കാരം.